കുറേ ദിവസം നടന്നു പോയിട്ട് ണ്ടല്ലോ ചക്ക ഞെട്ടിയറ്റ് വീണ അത് നേരെ മുരട്ടേ ഉണ്ടാവുള്ളൂ, പൂച്ച വീണാൽ എങ്ങനെ കമഴ്ന്നേ വീഴുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മളെ കുട്ടികൾ നമ്മളിട്ട് പോകില്ല, വരും. അൽഹംദുലില്ലാ, നല്ല സന്തോഷമുണ്ടായി നിങ്ങളോട് കൂടി പറയണേ. ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉമ്മാന്റെ കുടിക്കും കൂടെ കുട്ടാട്ടേക്ക് പോകണ്ട. വെറുതെ ഇങ്ങനെ രാവിലെ തോന്നലാണ് വെറുതെ ഒന്ന് പോയി എന്നാലോന്ന്. അപ്പൊ അവിടെ ഉള്ളവരൊക്കെ പൊയ്ക്കണേ, നോമ്പിന് പെരുന്നാൾക്ക് നിക്കാൻ വന്നവരൊക്കെ പൊയ്ക്കണട്ടാ. എന്നിട്ട് തൊട്ടി തുണി എന്റെ പൊന്നുവിന്റെ തൊട്ടിപ്പുളം അയച്ചു വെച്ചിട്ടാ, ആരെയും വിരുന്നൊരും വിചാരിച്ചുകൊണ്ട് വെച്ചതാണത്. അപ്പൊ ഞങ്ങൾ പോട്ടെ മോൾട്ടിയെ, പോട്ടെ. അതെടി പോയി വരാം, ഞങ്ങൾ പോയി വരാം, വൈകുന്നേരം വരും ട്ടാ. ഓൾ ഞങ്ങളോട് 7 മണിയാകുമ്പോൾ എത്താനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പൊന്നു നമ്മള് പോവാ. എന്താ ഞങ്ങള് പോയിട്ട് എന്താ പോണീന് എന്താ പോണ്ടാറണ്? ഓളൊറ്റപ്പെടും, ഓളഞ്ഞ് കുറച്ച് ഓളമ്മ ഉറക്കും അല്ലേ? അപ്പൊ ഞങ്ങള് പോയി തരാം. നടന്നിട്ടാണ് ഭാവമില്ല, ഞങ്ങള് നടന്നിട്ടാണ് പോണേട്ടാ. ലൈറ്റൊക്കെ കെടുത്ത്, റൂമത്തെ ലൈറ്റൊക്കെ കെടുത്ത് മോനെ. ഇതാണ് അവിടെ കുട്ടാട്ടക്ക് പോവാന്ന് പറഞ്ഞുള്ളത് കളിയാണ് ഇപ്പൊ. ഇജ്ജ് പോരുന്നുണ്ടാ? ഇജ്ജുണ്ടാ? നമുക്ക് ഇനി പോവാം പിന്നെ ട്ടാ. പിന്നെ ബാവക്ക് ഇന്ന് 2 ലോഡ് എംസാൻ്റെ മെറ്റൽ എടുക്കാണ്ട്, അപ്പോൾ ഭയങ്കര പോയതാട്ടാ. അപ്പോൾ കറി ഇവിടെ ഉണ്ട്, മീനും ഇവിടെ ഉണ്ട്, ചോറ് ഫ്രിഡ്ജിലുണ്ട്, വേണമെങ്കിൽ തിന്നാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് തിന്നാം. ഈ വാതിൽ പൂട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. കൂട്ടാൻ എനിക്ക് വയ്ക്കൂല, ഞാൻ പൂട്ടലില്ലത്. പൊളിക്കണം. അപ്പൊ നമുക്ക് പോവാം. അപ്പം ഇതാ നടന്നാണ് പോകുന്നത്. കുത്തനുള്ള ഇറങ്ങിയിട്ട് വേണം കേട്ടോ പോവാൻ. പിന്നെ ഇന്ന് വല്ലാതെ വെയിലില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയതുകൊണ്ട് വല്ലാതെ ചൂടുണ്ടായിന്. മറ്റേ നടന്നു പോകുമ്പോൾ ഇതേപോലത്തെ ഒരു കയറ്റം ഇനി കുട്ടാട്ടിന്ന് കയറാനുണ്ട്. പിന്നെ മക്കളുണ്ടായതുകൊണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ നടന്നു പോകാൻ രസമാണ്. ഞാൻ കുറേ ദിവസം ഇങ്ങനെ നടന്നിട്ടിട്ട് അപ്പം അടുത്തൊന്നും നടന്നുകാണ്ട് വരേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇതുണ്ടല്ലേ, ഈ റോഡ് പറഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞാണ്ട് ആകെ ഞങ്ങൾ ഇതിൽ കൂടി ഒന്നും പോയിഞ്ഞില്ല കേട്ടോ, വണ്ടിയിട്ടൊന്നും പോക്കില്ല. ഇപ്പോൾ കോൺക്രീറ്റ് പണി പുതിയതായിട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ പൊന്നിതാ മുന്നിൽ നടന്നു പോണേ. 1 കിലോമീറ്റർ ഇല്ല കേട്ടോ, 1/2 കിലോമീറ്റർ ഉള്ളൂ നമ്മളെ വീട്ടിലേക്കുള്ളത്. അധികം നടക്കണ്ട, കുറച്ച് നടന്നാൽ മതി. നടക്കണ വഴിയുള്ളൂ, എന്നാലും ബാവ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളെ വണ്ടിയിൽ കൊണ്ടാക്കി തരും. ഇതാ ഞങ്ങൾ ഇത്രയും നടന്നിട്ട് ഉൾറോട്ടിലൂടെ നടന്നിട്ട് ഇതാ മെയിൻ റോട്ടിലെത്തി. മെയിൻ റോട്ടിൽ നിന്ന് കുറച്ചും കൂടി ഒരു കയറ്റം കയറിയിട്ട് വേണം അങ്ങോട്ട് എത്താനായിട്ട്. പിന്നെ ഈ കയറ്റത്തിൽ നിന്ന് തന്നെ ഞങ്ങളെ അയൽവാസിൻ്റെ ഓട്ടോറിക്ഷ കിട്ടി. ഇത് എൻ്റെ തൊട്ട അയൽവാസിൻ്റെ വീടാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, അവനക്ക് നല്ല അടിപൊളി മീനുകൾ വളർത്തലും മുറ്റത്ത് നല്ല അടിപൊളി ചെടികളും നല്ല രസമാണ് അവൻ്റെ മുറ്റം കാണാൻ. കുറച്ച് സ്ഥലങ്ങളെങ്കിലും അടിപൊളിയാണ്. ഇതല്ല കിളികൾ ആ മുറ്റത്ത് നിന്നാൽ തന്നെ നല്ല രസമാണ്. മീനുകളൊക്കെ നോക്കി നിൽക്കാതെ നിന്നാൽ നമുക്ക് പോരാൻ തോന്നില്ല. നല്ല രസമുള്ളൊരു വീടാണ് കണ്ടാ. പലതരം മീനുകളൊക്കെ വളർത്തിക്കാണ്ടും മുറ്റത്ത് നല്ല അടിപൊളി ഒരു ഗാർഡൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസമാണ്. പേരൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്, ഭയങ്കര രസമാണ്. പിന്നെ ചെന്ന് കുറച്ച് കഴിഞ്ഞേക്ക് ഞാനും പൊന്നും കൂടി ചോറ് തിന്ന് കേട്ടോ. ഓനായിട്ട് ഞാൻ പുറത്തേക്ക് വന്നിരുന്ന, ഓനക്ക് ഭാര്യ കൊടുക്കുകയും ചെയ്യാം. മറ്റേ ചോറായിട്ട് അങ്ങനെ ഇരിക്കുവാണ്, ഓൻ മുഴുവൻ തിന്നൂല. അപ്പോൾ എന്താണ് ടി വിൻ്റെ മുന്നിലിരുന്നപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് കൊടുന്നാണ് ഇവിടെ നിന്നാണ് തിന്നാനും വേണ്ടി. ടി വിൻ്റെ മുന്നിൽ മോൻ ഭക്ഷണം കഴിക്കൂല, അപ്പോൾ ഇവിടെ കൊടുന്ന് ഇരുത്തിയതാണ്. ചോറ് എന്താണെന്ന് വെച്ചാൽ മീൻകറി ഉണ്ട്, സൂത പൊരിച്ചതുണ്ട്, പിന്നെ മുറ്റത്ത് ഇതാ ഒരു വണ്ടി ലോറി, ഇനോവ, പിന്നെ ഓട്ടോറിക്ഷ, പിന്നെ ഫുള്ളിങ്ങനെ മുറ്റത്ത് സീറ്റ് ഇട്ടാട്ടോ. ഒരു നില വീട്, 2 നില വീടാണ്. പിന്നെ അപ്പം ഇതാണ് എൻ്റെ വീട്, കണ്ടില്ലേ? എങ്ങനെയുണ്ട് വീടിൻ്റെ ഒക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകൊണ്ടിട്ടാണ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഈ വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ എന്താ പറയുക, അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ടി. പിന്നെ വീട്ടിൽ ഫുള്ള് മുറ്റൊക്കെ നല്ല ഫുള്ള് പേരക്കുട്ടികളൊക്കെ കൂടിയിട്ട് മുറ്റൊക്കെ നല്ല കച്ചറാണ്. പിന്നെ ഇത് കൊലായി
അതിൻ്റെ ഇടയിൽ കൂടി അനിയത്തി ചക്കക്കൂട്ടാൻ കൊണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആകുമ്പോൾ തിരക്കൂടി ഒരു പ്ലേറ്റിൽ നിന്നല്ല എല്ലാവരും കൂടി തിന്ന്. ഞാൻ മൈലാഞ്ചിട്ട് തിന്ന്, അത് ആവാതിരിക്കാൻ മെല്ലെ തിന്നാണ്. എല്ലാവരും കൂടി നല്ല അടിപൊളി ഭയങ്കര രസമാണ്. എനിക്ക് കുറച്ച് നേരം കണ്ട് ഞങ്ങളെല്ലാവരും കൂടി. അതിൽ ഒരു അനിയത്തി ഇല്ല കേട്ടോ. ഓളപ്പോൾ ഇങ്ങനെ ഇന്നലെ രാത്രി ഇന്ന് മദ്രസ വർക്കല്ല, അപ്പോൾ അങ്ങനെ ഓള് പോയിക്കണ്. ബാക്കി ഞങ്ങൾ 5 ആളും കൂടി ഭയങ്കര രസം. പിന്നെ ഇതാ ഫുള്ള് മക്കളെല്ലാവരും കൂടി നിരന്നിരുന്ന് ടി വി കാണാം കേട്ടോ. ഡൈനിങ് ഹാളാണ് ടി വി വെച്ചിട്ടുള്ളത്. അത് ഇരുന്ന് കാണുകയാണ് ഫുള്ള്. ഓൽക്ക് അവിടെ ചെന്നാൽ പിന്നെ അതാ പണി. ഡൈനിങ് ഹാൾ വരിവരിയായിട്ടാണ് കസാല ഇടുന്നത്. അനിയത്തിൻ്റെ മോളാണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് നോക്കി നിൽക്കുകയാണ്. ഭയങ്കര രസമാണ് ആള്. പിന്നെ ഇതാ മേലെ കയറി പോയിട്ട് മേലെ അവിടെ എന്താണെന്ന് വെച്ചാൽ അനിയൻ്റെ റൂമിൽ അൽമറൻ്റെയും റാക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു പണിയിലാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ മരത്തിൻ്റെ അൽമറ കുഞ്ഞുട്ടി വലിയ ആങ്ങളങ്ങണ്ട് മേലേക്ക് പറമ്പൊക്കെ കൂട്ടിയിരുന്ന് പോന്നപ്പോൾ ഓൻ്റെ റൂമാണത് കേട്ടോ. ഓൻ്റെ റൂം ഞാൻ ചെറിയ ആങ്ങളൊക്കെ ആക്കിയതാണ്. അപ്പോൾ അതിൽ കുറച്ച് അൽമറൻ്റെ വർക്കും. അപ്പോൾ ഇത് ഷോക്കേസ് നീ കാണുന്നത്. ഈ ഷോക്കേസ് ഓൻ്റെ എന്തോ ഐഡിയക്ക് ചെറിയ ആങ്ങളക്ക് മൂലയിലാണ്. അപ്പം ഇന്ന് ഉണ്ടാക്കിയതാണ് ഈ അൽമറ കേട്ടോ. ഈ അൽമറ ഇപ്പോൾ പുതിയതായിട്ട് ഇന്ന് ഞാൻ ചെന്നപ്പോൾ അവിടെ പണിക്കാരുണ്ട്. ഗ്യാസിൻ്റെ കട തുണിയിട്ട് മൂടിയിട്ടതാണ്. എന്താ പറയുക, അതിൻ്റെ പുക പാറിയിട്ട്. ഇത് പിന്നെ രണ്ടാമത്തെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞാൽ രണ്ടാമത്തെ അനിയൻ്റെ റൂമാണ്. അത് തന്നെ അതുപോലൊക്കെ കൂടി മക്കളൊക്കെ കൂടി പുതപ്പും ഇതൊക്കെ വാരി വലിച്ചിട്ട് എനിക്ക് ശരിയാക്കിയിട്ടില്ല. അങ്ങനെ എടുത്താണ് വീഡിയോ. പിന്നെ ഇത് അങ്ങനെ 2 ബെഡ്റൂമാണ് മേലത്. പിന്നെ പുറത്തേക്ക് ഇത് ഞങ്ങൾ ടാങ്കിയാണ് കേട്ടോ. പുറത്ത് നല്ലൊരു ഓപ്പൺ ടെറസും ഉണ്ട്. നല്ല രസമാണ് ഇവിടെ അങ്ങനെ നിൽക്കാൻ, നല്ല കാറ്റും ഇതൊക്കെയാണ്. പിന്നെ ഇതാ ഒരു പുറത്തേക്ക് കൊലായിയാണ്. അത് വെട്ടിണ്ടാക്കിയിട്ടില്ല, അവിടെ ഗ്രില്ലിട്ടത്. എന്താ പിന്നെ ഈ അടുക്കള കണ്ടില്ലേ, പുതിയ റാക്കൊക്കെ ഇട്ട്. ഇനി മേലെ സ്ലാബ് വാർക്കാണ്ട്. ഇത് നല്ല അടിപൊളി മറ്റേ ഇപ്പോഴത്തെ മോഡുലർ അടുക്കലുണ്ടല്ലോ അതേപോലെ ആക്കാനുള്ളതാണ്. സൂപ്പർ ആക്കാനുള്ളതാണ്. ഇതുണ്ടല്ലേ, ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു, അത് മുറിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഇട ഇങ്ങോട്ട് പടുത്തതാട്ടാ. സിങ്കും എല്ലാം പാത്രങ്ങളൊക്കെ കോത്താനുള്ളൊരു ഏരിയ. മറ്റേ അവിടെ ഒരു അടുക്കളയിൽ വെച്ച് ഇടങ്ങാറാവുകയെന്ന് ശരിക്ക് നിന്ന് തിരിയാൻ പോലെ സ്ഥലം കുഞ്ഞ. പിന്നെ അതിൻ്റെ വീടിൻ്റെ പുറം ഭാഗമാണ്. അപ്പം എല്ലാവരും എൻ്റെ വീട് കണ്ടില്ല. ഞാൻ രാവിലെ വന്നേന്നിട്ടാ. വൈകുന്നേരമായി ഞാൻ എന്താ പറയുക പോവാൻ നിൽക്കണം. ചോറൊന്നും ഉണ്ടാക്കാതെ പോകുന്നതല്ല. അപ്പം ഇനിയിപ്പോൾ രാത്രിക്കൊക്കെ എന്തെങ്കിലും പോയി ചെന്നിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാൻ. അപ്പം ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. ഇതേപോലെ ഇവിടെ നടന്നിട്ടാണ്ട് തന്നെ പോകണം. പിന്നെ ഇവിടെ വീട്ടിൽ പണി നടന്നുകൊണ്ട് കേട്ടോ, അൽമറിൻ്റെയും അടുക്കളൻ്റെയും ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഞാൻ ഇവിടെ അന്യത്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടുന്ന് ഒരാളെ മിസ്സായിരുന്നു. ആളേതായാലും തിരിച്ചെത്തിയിട്ടുണ്ട് അല്ലേ? എവിടേക്കാ പോയിന്നേ? ഏതായാലും പെരയത്തെ വിശേഷങ്ങളൊക്കെ ഇതിലെല്ലാം ഉണ്ടല്ലേ. വീഡിയോസ്. പിന്നെ വേറെ എന്താ വെച്ചാൽ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ കൊടുന്നാക്കിയത് മുത്തുവാണ്. കൊടുന്നാക്കിയത് മുത്തുന്നതാ വളരെ നല്ലൊരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ. കാരണം മുത്തു കൊടുന്നാക്കിയിട്ട് മുത്തുവാണ്. പിന്നെ ആദ്യം കുട്ടികളെ കൊണ്ടുവന്നതിന് ശേഷം മാളുവിനേറ്റ് വന്ന് എന്നിട്ട് ഇവിടെ ഇമ്മ വിളിച്ചപ്പോ അങ്ങോട്ട് വന്ന് കുറെ സംസാരിച്ച്. ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പേടിയാണ്. ഞാൻ ഈ ബാബാന്റെ ഒപ്പം ഇല്ലാതെ വേറെ ആളെ വയ്ക്കുമ്പോ എനിക്ക് പേടിയാണ്. വേറെ നല്ല കുഞ്ഞാപ്പു കുഞ്ഞുട്ടി കുഞ്ഞുട്ടിന്റെ ഒപ്പം ധൈര്യത്തിൽ കയറാ. നിങ്ങളെ കൂടി ധൈര്യത്തിൽ കയറാ. കുഞ്ഞാപ്പു വലിയ കുഴപ്പമില്ല, കുഞ്ഞിന്റെ ഒപ്പം കയറാൻ പറ്റൂല. കുഞ്ഞു മറ്റേ ബാണം വിട്ടേക്ക പോക്ക്. അതേപോലെ മുത്തു അങ്ങനെയാണ്. മുത്തു ബൈക്കുമ്പോ കയറി നല്ല സ്പീഡാണ്. എനിക്ക് പേടിയാണ്. ഞാൻ പറഞ്ഞ സ്പീഡ് കൂടുമ്പോൾ മുത്തു സ്പീഡ് ഉറക്കുക അറിയാം. എനിക്ക് പേടിയാണ്. കുട്ടിമോ കുറെ പറഞ്ഞോട് കൊണ്ടാക്കി തരുമ്പോ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചും കൂടി നല്ല ആരോഗ്യത്തോടെ ജീവിക്കണം എന്ന് പറഞ്ഞാല്. അള്ളാഹ് കൊണ്ടുപോകുമ്പോ എങ്ങനെയാലും പോകേണ്ടി വരും. അതിന്റെ മുന്നേ എങ്ങനെ നമ്മളെ മരണം കണക്കാക്കാൻ പറയാൻ പറ്റും. പേടിയാണ് ചെക്കന്മാരൊപ്പം ബൈക്ക് വരുന്നത്. അപ്പോ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ വന്ന് ഇന്നോടക്കം ഇപ്പ പോവുകയാണെന്ന് പറഞ്ഞ് പോയി. പിന്നെ എല്ലാവരോടും കുറെ സംസാരിച്ച് നല്ല അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട്. അത് ഇങ്ങോട്ടും കൂടി പറയാണ്. അപ്പൊ നമ്മള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ മക്കള് ഉപ്പാനും മലയിൽ പോയ ഒരു അച്ഛണ്ടാവും. നമ്മളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ചക്ക ഞെട്ടി അറ്റ വീണാൽ അത് നേരെ മുരട്ടേ ഉണ്ടാവുള്ളൂ, പൂച്ച വീണാൽ എങ്ങനെ കമഴ്ന്നേ വീഴുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മളെ കുട്ടികൾ നമ്മളിട്ട് പോകില്ല, വരും. അൽഹംദുലില്ലാ നല്ല സന്തോഷമുണ്ടായി. നിങ്ങളോട് കൂടി പറയാണ്. പിന്നെ എന്തൊക്കെ വിശേഷം? കുറെ കാലത്തിന് ഇപ്പ പേര് വിളിച്ച് ഇപ്പ ഞാൻ പോവുകയാണ്. സന്തോഷല്ലേ? വെരി വെരി ഹാപ്പി. അതിലുപരി അൽഹംദുലില്ലാ
പിന്നെ വേറെന്താ? അപ്പൊ പെരി പെരുന്നാൾക്ക് രാത്രി പോയി പോന്നേന്ന്. അപ്പൊ നേരെയുള്ള അനിയത്തി ഇന്നലെ രാത്രി പോയി. അപ്പൊ ഫോൺ വിളിച്ചാണ് പറയണേ, അനക്ക് ഞാൻ ഇന്നലെ പോകുന്ന അറിഞ്ഞു വന്നാണ് കാരണം ഇന്നലെന്ന്. അപ്പൊ ഞാൻ ഇന്നലെ പോയിക്കണെങ്കിൽ ഓളെ കൂടെ നിക്കേന്ന്. അപ്പൊ ഓളിങ്ങനെ ചൂടാകൊണ്ട് പോണ കൂടി ഓള് ഇന്നലെ രാത്രി പോയി. എന്താ ഇന്ന് രാവിലെ മദ്രസ. ഞാൻ ഇന്നലെ പിന്നെ എനിക്ക് കുട്ടീനായിട്ട് ഇന്റർവ്യൂ ആണ്ടേന്ന്. മിഞ്ഞാന്നിപ്പോ എന്തേ? മിഞ്ഞാ നമ്മള് വേറെ സ്ഥലം വരെ പോയിന്ന്. പുറത്ത് പോയിന്നില്ല നമ്മള് വയനാടൊക്കെ. ആ ശരി. മിഞ്ഞാന്നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ കൂടി ആയിട്ട് പോകാൻ പറ്റിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഓരോക്കെ എത്രയും ദിവസം ഉണ്ടായിരുന്നു ഞാൻ പോയില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് എളുപ്പം പോയിക്കാണ്ട് ഇനിയിപ്പോ മറ്റോളാണെങ്കിൽ ഇങ്ങോട്ട് എന്നെ കാണാൻ വന്നപ്പോ ഇവിടെ നമ്മളെ ആളും ഉണ്ടായില്ല അല്ലേ? ഓളിങ്ങനെ വന്നിട്ടില്ലേ? അല്ല ഇവിടെ ഈ തൊട്ടടുത്തൊക്കെ ഉണ്ടായി. ഞാൻ ഉദ്ദേശിച്ച് വന്നിട്ടുണ്ടാവുന്നു. സാരല്ല. നമ്മ ഇങ്ങോട്ട് വരുന്നില്ല, നമുക്ക് ആട് പോയോ. അതാണ് ഇങ്ങോട്ട് വരണം. ഇമ്മ തോർത്തുണ്ട് ഇതാ അടുത്ത ഇല്ല അച്ഛ പൊളിച്ചോ. ഈ വാർത്ത എടുത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് ഉച്ചക്ക് കൊടുത്ത ഫുഡ് കഴിച്ച്. ഇന്ന് ഉച്ചക്ക് ഞാൻ ചോറ് ഉമ്മ കുറേ വന്നുകൊണ്ട് വിളിച്ച് ഞാൻ പിന്നെ ഇവിടെ ഓള് വെച്ചുണ്ടാക്കി പോയതാണ്. സത്യത്തിൽ വെച്ചുണ്ടാക്കിയിട്ടില്ല. പിന്നെ ഫ്രിഡ്ജില് നല്ല ചോറ് ഇരിക്കണ്ട്, കറി ഇരിക്കണ്ട്, മീൻ ഇരിക്കണ്ട്, സ്രാവ് വെച്ച് ഇരിക്കണ്ട്, പരിപ്പക്കറി ഇരിക്കണ്ട്. ചോറ് തിന്നണം എന്നുള്ളത് അത് തിന്നാ ഞാൻ ചൂടാക്കി തിന്നു. അൽഹംദുലില്ലാഹ്. അപ്പൊ പക്ഷെ ഉമ്മ പുറകെ നടന്ന് ഉമ്മ പാത്രം വരെ ഇമ്മ വിടൂല, കുഞ്ഞോളും വിടൂല. പാത്രം വരെ ഒന്ന് ചെക്ക് ചെയ്ത് ഇവിടെ ചോറുണ്ടാ എവിടെ പാത്രം എന്നൊക്കെ വെച്ച് എല്ലാം നോക്കി. വൈകുന്നേരം ചായക്കും അതേ അവസ്ഥ. സൊയില് ലാസ്റ്റ് പോയി നല്ല അടിപൊളി ചട്ടിപ്പത്തിരിയും അതുപോലെ നല്ല അടിപൊളി പഴയ നമ്മളെ മോഡലിലെ അട ശർക്കരയും തേങ്ങയൊക്കെ ഉണ്ടാക്കി അതും തിന്ന്. ഇനി നാളെ പോണ്ടാ? ഞാൻ പോയിക്കോളാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഫുഡിന്റെ ആയിക്കോട്ടെ, ഞാൻ പോയി. എനിക്ക് സമാധാനത്തിൽ പോവാം. എന്താ വെച്ചാല് കുഞ്ഞോൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഫുഡിന് ഒരിക്കലും കുട്ടികളുടെ കാര്യത്തിലായിക്കോട്ടെ ബാബാന്റെ കാര്യത്തിലായിക്കോട്ടെ ഞാൻ അവളെ ആക്കി പോവാന്നല്ലട്ടോ. അങ്ങനെ എന്തെങ്കിലും നമുക്ക് പോവേണ്ട ആവശ്യം വന്നാൽ പോകേണ്ട ആവശ്യമുള്ളൂ. ഒന്നും ബുദ്ധിമുട്ടാവേണ്ട ആവശ്യമില്ല. ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല. ആ പ്രതീക്ഷ പോരാ, എനിക്ക് തന്നെയാണ് പ്രതീക്ഷ. പോവണ്ട, ഞാൻ പോവും. അല്ല നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഇട്ടുകൾ പോകേണ്ടി വന്നാൽ എന്തെങ്കിലും സാഹചര്യത്തില് പോകേണ്ടി വന്നാൽ എന്റെ ഇളച്ചി സൂപ്പറാ. ഒന്നും പറയണ്ട. എനിക്ക് ഒരു മൂത്തച്ചി ഒരു ഇളച്ചിനെ കൊണ്ട് ഇങ്ങനെ പറയണത് ചിലപ്പോ ആദ്യമായിട്ടാണ്. ചിലപ്പോ ഉണ്ടാവട്ടെ ഒരുപാട് ആൾക്കാര്, പക്ഷെ എന്റെ ഇളച്ചി സൂപ്പറാണ് അല്ലേ? കുഞ്ഞിപ്പി സൂപ്പറാണ്, എല്ലാവരും സൂപ്പറാണ്. പിന്നെന്താ? അപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ്. അപ്പൊ എന്താ പറയാ, വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഷെയർ ചെയ്യാ. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാ. കമന്റുകളൊക്കെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ എന്റെ വീട് കാണാത്തോൽക്ക്, എന്റെ വീട്ടിക്ക് ഞാൻ പോണില്ല എന്ന് പറഞ്ഞോൽക്ക്, എന്റെ വീട്ടിൽ ഞാൻ ഇടക്കിടക്ക് പോകണ്ട്. ഓരോ സാഹചര്യം നമ്മളെ ഈ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും ഒക്കെ കൂടി ആയിട്ട് എപ്പോഴും പോകാൻ കഴിയൂല. അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ പൊയ്ക്കാണ്ട് വരുള്ളൂ. അപ്പൊ ഇന്നും അതേപോലെ പൊയ്ക്കാണ്ട് വന്നേ. അപ്പോ ഞാൻ പോകും. നമ്മളമ്മാനെ ഇപ്പാനിട്ട് നമുക്ക് അങ്ങനെ ഒരുപാടൊന്നും പോയി ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. കുറെ ദിവസം കഴിഞ്ഞാൽ നമുക്കൊരു അസ്വസ്ഥത വരൂലേ? അപ്പൊ അങ്ങനെ ഇന്ന് ഞാൻ പോയി വന്ന് ഇൻഷാ അല്ലാഹ്. അപ്പൊ നാളെ ഞങ്ങള് പുതിയ വീഡിയോ ആയിട്ട് വരാം. നമ്മളെ ലൈവ് എല്ലാവരും കാണണട്ടാ. എല്ലാവരും നമ്മളെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ബൈ.